ഹായ് ഗൈസ്, അപ്പോൾ CSSലെ ഡിസ്പ്ലേ പ്രോപ്പർട്ടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരു വെബ് പേജിൽ ഈ ഡിസ്പ്ലേ പ്രോപ്പർട്ടി എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് പറയുകയാണെങ്കിൽ, ഇപ്പോൾ വെബ് പേജസ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ഒരു കണ്ടെയ്നറിൽ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഞാനൊരു റാപ്പർ എന്നുള്ളൊരു കണ്ടെയ്നർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഡിവ് ആണ്, അല്ലെങ്കിൽ അങ്ങനെ ഡിവ് എന്നുള്ള ടാഗ് വെച്ചാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഏകദേശം 6 എലമെൻസോളം അതിൻ്റെ ചൈൽഡായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കാണാം അത് കാണിച്ചിട്ടുള്ളത്. സോ ഇങ്ങനെ നിങ്ങൾ ഒരു ഡിവ് ഉണ്ട്, അതിന് ചൈൽഡ് ഉണ്ട്, അങ്ങനത്തെ ഒരു സെനാരിയോ വരുന്ന സമയത്ത് ഈ ഡിവിൻ്റെ ഉള്ളിൽ ഈ ഓരോ ചൈൽഡും എങ്ങനെ റെൻഡർ ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് ഡിസ്പ്ലേ പ്രോപ്പർട്ടീസ്. അതിൽ ചില പ്രോപ്പർട്ടീസ് ഈ ചൈൽഡിന് കൊടുത്തിട്ട്, ഫോർ എക്സാമ്പിൾ ഈ ചൈൽഡ് ഡിസൈഡ് ചെയ്യും ഞാൻ എങ്ങനെ ആ ഒരു കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ റെൻഡർ ആവണം എന്നുള്ളത് ആ ചൈൽഡിന് ഡിസൈഡ് ചെയ്യാം. ചില പ്രോപ്പർട്ടീസ് നമ്മൾ കണ്ടെയ്നറിനെ ഡിഫൈൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലേ ഔട്ട് ഡിസൈൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു പ്ലോട്ട് ഡിസൈൻ ചെയ്തു. ഇവിടെ ഫസ്റ്റ് ഇവിടെ സൈഡ് ബാർ വരിക, ഈ സൈഡിൽ ഒരു സൈഡ് ബാർ വരിക, മുകളിലൊരു നാബ് ബാർ വരിക, അതിനപ്പുറത്ത് കോണ്ടൻറ്റ് കാണിക്കാനുള്ളൊരു ഓപ്ഷൻ. അങ്ങനെ നിങ്ങൾക്ക് ലേ ഔട്ട് ഡിസൈൻ ചെയ്തിട്ട് അതിനുള്ളിലേക്ക് ഈ ചൈൽഡിനെ ഫില്ല് ചെയ്യാം. അതല്ലെങ്കിൽ ഉള്ളൊരു പ്രോപ്പർട്ടി നിങ്ങൾ ജസ്റ്റ് സിമ്പിളായിട്ടൊരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഉള്ളിൽ എങ്ങനെ റെൻഡർ ആവണം, ഇപ്പോൾ ഈ ഡിസ്പ്ലേ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ടൈറ്റിലിന് എങ്ങനെ റെൻഡർ ആവണം എന്നുള്ളത് ആ ഒരു എലമെൻറ്റിനെ ഡിസൈഡ് ചെയ്യുന്ന രീതിയിൽ അതിന് ഡിസ്പ്ലേ പ്രോപ്പർട്ടി സെറ്റ് ചെയ്യാം. അപ്പോൾ വെബ് പേജസിൽ ഡിസ്പ്ലേ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത് ആ വെബ് പേജിനുള്ളിൽ ആ ഒരു എലമെൻറ്റ് എങ്ങനെ റെൻഡർ ചെയ്യണം, അത് സിംഗിൾ ലൈനിൽ റെൻഡർ ചെയ്യണോ, അതല്ലെങ്കിൽ സ്റ്റാക്ക് ചെയ്തിട്ട് ബ്ലോക്കായിട്ട് ഇപ്പോൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അങ്ങനെ റെൻഡർ ചെയ്യണോ, അതേപോലെ അതല്ലെങ്കിൽ നമുക്ക് ഫ്ലെക്സിബിളായിട്ടുള്ള ഡിസൈനാണ് വേണ്ടത്. ചില സമയത്ത് നമുക്ക് എക്സ് ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഒരു സിംഗിൾ ലൈനിൽ റെൻഡർ ചെയ്യേണ്ടി വരും. ചില സാഹചര്യങ്ങളിൽ അതിന് എന്താ പറയുക, ഒരു വൈ ഡയറക്ഷനിൽ മുകളിൽ അട്ടിക്ക് വെച്ച പോലെ സ്റ്റാക്ക് ചെയ്ത പോലെ കാണിക്കേണ്ടി വരും. ഇപ്പോൾ ചില സെനാരിയോസിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലേ ഔട്ട് ഉണ്ടാക്കേണ്ടി വരും. ഇപ്പോൾ കസ്റ്റമായിട്ട് നമുക്ക് ഇൻലൈനും അല്ല ബ്ലോക്കും അല്ല, പക്ഷെ കസ്റ്റമായിട്ടുള്ള ഒരു ലേ ഔട്ടാണ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. അതെങ്ങനെ അച്ചീവ് ചെയ്യുക? ഇനി ഇത്തരം സംഭവങ്ങളൊക്കെയാണ് ഈ ഡിസ്പ്ലേ പ്രോപ്പർട്ടീസ് വെച്ച് നമ്മൾ അച്ചീവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. ഇപ്പോൾ മേജറായിട്ട് നമ്മൾ ഡിസ്പ്ലേ പ്രോപ്പർട്ടീസ് ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇത്രയും ഉള്ളത്. ഇതാണ് മോസ്റ്റ് ഓഫ് ദ വെബ്സൈറ്റിലും നിങ്ങൾക്കൊരു ലേ ഔട്ട് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാനോ ആവശ്യം വരുന്ന ഡിസ്പ്ലേ പ്രോപ്പർട്ടീസ് വരുന്നുണ്ടാവും. പിന്നെ ഇത് കൂടാതെയും കുറേ ഡിസ്പ്ലേ പ്രോപ്പർട്ടീസ് ഉണ്ട്. മേജറായിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ടേബിളിൻ്റെ കേസ് വരും. ടേബിൾ ഒരു പ്രത്യേക ഡിസ്പ്ലേ പ്രോപ്പർട്ടിയുള്ള ഒരു എലമെൻറ്റാണ്. നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. അതൊരു എക്സ് ഡയറക്ഷനിൽ ഇൻലൈനിൽ കാണിക്കുന്നതല്ല, ഒരു വൈ ഡയറക്ഷനിൽ ഒരു പ്രത്യേക ലേ ഔട്ടിൽ കാണിക്കുന്ന സംഭവമാണ്. അപ്പോൾ അതിന് ടേബിൾ എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു ഡിസ്പ്ലേ പ്രോപ്പർട്ടി ഉണ്ട്. അതേപോലെ ലിസ്റ്റ് ഐറ്റംസ്, ബുള്ളറ്റ് പോയിൻറ്റ്സ് ഉണ്ടല്ലോ, എല്ലാവരും എന്നുള്ള ടാഗ് വെച്ചിട്ട് നമ്മൾ HTML പഠിച്ച് ആ സാധനത്തിന് ഒരു പ്രത്യേക ലിസ്റ്റ് ഐറ്റം എന്നുള്ളൊരു ഡിസ്പ്ലേ പ്രോപ്പർട്ടി. പിന്നെ ഇതിൻ്റെയൊക്കെ കോമ്പിനേഷൻസ് ഉണ്ട്. ഇൻലൈൻ ബ്ലോക്ക്, ഇൻലൈൻ ഫ്ലക്സ്, ഇൻലൈൻ ഗ്രിഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിൻ്റെയൊക്കെ കോമ്പിനേഷൻസും അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയാണ് ഡിസ്പ്ലേ പ്രോപ്പർട്ടീസ് ആയിട്ട് CSSൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ യൂസ് കേസ് ഇപ്പോൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ എക്സാമ്പിളിനായിട്ട് ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്തതിനുള്ളിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, 4 എന്ന് പറഞ്ഞിട്ട് 3 എലമെൻറ്റ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് എലമെൻറ്റ് പിക്കർ വെച്ചിട്ട് പിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കാണാം ഇത്ര എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ സാധനമായിരുന്നു ഡിസ്പ്ലേ നണ്ണാക്കുക എന്നുള്ളത്. സോ നണ്ണാക്കി കഴിഞ്ഞുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, അപ്പോൾ ആ സ്ക്രീനിൽ നിന്ന് നമ്മൾ ആ ഒരു വെബ് പേജിൽ നിന്ന് അത് ഇൻവിസിബിളായി. പക്ഷേ അത് നിങ്ങൾ HTML സോഴ്സ് കോഡ് അത് പോകില്ല. കാരണം അത് ജസ്റ്റ് വ്യൂ പോയിൻ്റ് എന്ന് കാണുന്ന ആൾക്കാർക്ക്, യൂസേഴ്സിന് മാത്രമേ അത് കാണുള്ളൂ. പക്ഷേ HTML കോഡിനുള്ളിൽ അതുണ്ടാവും. പക്ഷേ ചില സമയത്ത് നിങ്ങൾ പേജസ് ഡിസൈൻ ചെയ്യുമ്പോൾ യൂസർ ചിലപ്പോൾ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ ഒരു സാധനം ആ വെബ് പേജിൽ കാണിക്കേണ്ടി വരിക. അങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യം ഡീഫോൾട്ടായിട്ട് ആ ഒരു പ്രോപ്പർട്ടി നണ്ണാക്കി വെക്കുക. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടി മാറ്റിയിട്ട് ഫ്ലെക്സോ ഏതാച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രോപ്പർട്ടിയിലോട്ടാണ് അത് ചേഞ്ച് ചെയ്യേണ്ടത് ആ ഒരു പ്രോപ്പർട്ടിയിലോട്ട് ഡിസ്പ്ലേ പ്രോപ്പർട്ടി മാറ്റി കഴിഞ്ഞാൽ ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനാണ് ഇങ്ങനെ നണ്ണ് എന്നൊരു പ്രോപ്പർട്ടി പൊതുവെ യൂസ് ചെയ്യാറ്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് പ്രോപ്പർട്ടി ഇൻലൈൻ എന്നുള്ളതാണ്. ഈ ഇൻലൈൻ എന്നുള്ള പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ ഒരു എലമെൻറ്റ് എങ്ങനെ റെൻഡർ ആവണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന തരത്തിലുള്ളൊരു പ്രോപ്പർട്ടി. ലേ ഔട്ട് ഉണ്ടാക്കാനല്ല ഇൻലൈൻ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. അതേപോലെ ബ്ലോക്ക് എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇതൊരു കണ്ടെയ്നറാണ്. ആ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ കുറേ ഐറ്റംസ് ഉണ്ട്. ഈ ഐറ്റംസിന് ഇതിനുള്ളിൽ ഇൻലൈനായിട്ട് റെൻഡർ ചെയ്യണം, ബ്ലോക്കായിട്ട് റെൻഡർ ചെയ്യണം. എങ്ങനെ സാധനം ഡിസൈഡ് ചെയ്യുന്നതാണ് ഈ ഇൻലൈൻ ബ്ലോക്ക് എന്നുള്ള പ്രോപ്പർട്ടീസ്. സോ ഇത് ഞാൻ ഇപ്പോൾ ഇവിടുത്തെ ഡിസ്പ്ലേ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്തിട്ട് ഇൻലൈൻ ആക്കി കഴിഞ്ഞാൽ
ഓക്കെ, ഇവിടെ നണ്ണാക്കിയോണ്ട് അത് ഡിസ്പ്ലേ ആവില്ല. അപ്പോൾ ഞാൻ നണ്ണ് ഒഴിവാക്കി, അത് ഇൻലൈൻ ആക്കി. കാരണം നേരത്തെ അത് ബ്ലോക്ക് ആയ സമയത്ത് അതിങ്ങനെ സ്റ്റാക്ക് ചെയ്തിരുന്ന് കിടന്നിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഒന്ന് മുകളിൽ നിന്നിട്ട് അങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ അത് ഈ ഒരു സിംഗിൾ ലൈനിലായത് കണ്ടോ. ഇതാണ് ഇൻലൈൻ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ. നെക്സ്റ്റ് അതിൽ വരുന്നതാണ് ബ്ലോക്ക് എന്നുള്ള പ്രോപ്പർട്ടി. അത് നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റാക്ക് ചെയ്തിട്ട് കാണിക്കും. ഇതിൻ്റെ കോമ്പിനേഷൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെയൊക്കെ കോമ്പിനേഷൻസ് ഒക്കെ ഇതിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസ്, ഡിസ്പ്ലേ പ്രോപ്പർട്ടീസ് അവൈലബിൾ ആണ്. കുറേയൊക്കെ ടേബിളിൻ്റെ പ്രോപ്പർട്ടീസാണ്, കുറേ ലിസ്റ്റ് ഐറ്റംസ്, പിന്നെ ഇൻലൈൻ ഗ്രിഡ്, ഇൻലൈൻ ടേബിൾ, അങ്ങനെ അതിൻ്റെ കോമ്പിനേഷൻസ് ആണ് ഇതിലൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പോൾ ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്ത് ഇത്രയും സാധനങ്ങൾ മാത്രമേ വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ, വെബ് പേജ് ഉണ്ടാക്കുമ്പോൾ ആവശ്യം വരുന്നുണ്ടാവുള്ളൂ മേജർ കീസിലും. അപ്പോൾ അങ്ങനെ അതല്ല ഇതിലെല്ലാ പ്രോപ്പർട്ടീസും നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അത് വായിച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ഐഡിയ കിട്ടും എല്ലാ പ്രോപ്പർട്ടീസിനെ പറ്റി. സോ ഇതിൽ ഇനി വരുന്ന ഇതിലേക്കൊരു കോമ്പിനേഷൻ പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ ഇൻലൈൻ ബ്ലോക്ക് ഇപ്പോൾ എടുത്തു. അപ്പോൾ ഇത് ഇൻലൈനുമാണ്, എന്നാലും ബ്ലോക്ക് ആയിട്ടായിരിക്കും കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതിങ്ങനെ എഡിറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇതിങ്ങനെ കണ്ടോ, ഇതിവിടെ എത്തുന്ന സമയത്ത് അത് ബ്ലോക്ക് ആവും. അതാണ് ഇൻലൈൻ ബ്ലോക്ക് എന്നുള്ളൊരു പ്രോപ്പർട്ടീൻ്റെ പ്രത്യേകത. പിന്നെ ഇനി പറയാനുള്ളത് ഫ്ലെക്സും ഗ്രിഡുമാണ്. ഇത് ലേ ഔട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസാണ്. ഈ ഒരു കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ ഈ ഐറ്റം എങ്ങനെ കാണണമെന്ന് ഈ കണ്ടെയ്നർ ഡിസൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസാണ് ഫ്ലെക്സും അതേപോലെ ഗ്രിഡ് എന്ന് പറയുന്നു. അത് കുറച്ചധികം പ്രോപ്പർട്ടീസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ വെബ് പേജസ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് CSSൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഫ്ലെക്സ് ബോക്സ് എന്ന് പറയുന്നത്. അതേപോലെ ഗ്രിഡ്. പക്ഷേ ഗ്രിഡിനേക്കാൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു ഡിസ്പ്ലേ പ്രോപ്പർട്ടിയാണ് ഫ്ലെക്സ് ബോക്സ് എന്ന് പറയുന്നത്. ഏത് ലേ ഔട്ട് ഉണ്ടാക്കാനും നിങ്ങൾക്ക് ഫ്ലെക്സ് ബോക്സ് യൂസ് ചെയ്യാം. അതേപോലെ മൾട്ടിപ്പിൾ സ്ക്രീൻ സൈസിൽ മൊബൈലിലും ടാബിലും കമ്പ്യൂട്ടറിലും ഒക്കെ ഈസിലി റെൻഡർ ചെയ്യാൻ പറ്റിയ ലേ ഔട്ടുകൾ ഉണ്ടാക്കാൻ ഏറ്റവും നല്ല പ്രോപ്പർട്ടിയാണ് ഫ്ലെക്സ് ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലെക്സ് ബോക്സിനും ഗ്രിഡിനെ കുറിച്ച് നെക്സ്റ്റ് വീഡിയോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇത്രയാണ് ഡിസ്പ്ലേ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറയാനുള്ളത്. സോ താങ്ക്സ്.